ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മെച്ചപ്പെട്ട വിജയം കഴിഞ്ഞ തവണ LDFന് കിട്ടാതിരുന്ന പഞ്ചായത്തുകളടക്കം LDFന്റെ കയ്യിലേക്ക് വരും എന്നുള്ളതാണ് സൂചന. നമ്മളങ്ങനെ പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അത്രയേറെ LDFന്റെ ഭരണം ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ മാറ്റം അത് അത്ഭുതാവഹമായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞു എന്നല്ല പറഞ്ഞത്. ഇനിയും നമുക്കൊരുപാട് മുന്നേറാനുണ്ട്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ ഇത്ര മെച്ചപ്പെട്ട മാറ്റം ഉണ്ടായിട്ടുള്ള മറ്റൊരു സംസ്ഥാനമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കേരളത്തിലെ ജനങ്ങൾ തുടർച്ചയായി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റുകയുണ്ടായി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം നിരവധി തവണ ഇടതുപക്ഷം വന്നു. 2016 ശേഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ ജനങ്ങൾ ഭരണമേൽപ്പിച്ചു. അതിൻ്റെ ഗുണം ഈ നാട് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ തന്നെ ഒരു മാതൃകയായി കേരളത്തിൻ്റെ പ്രവർത്തന രീതി ആഘോഷിക്കപ്പെടുകയാണ്. പലരും നമ്മളിൽ നിന്ന് പലതും പഠിക്കാൻ ഇങ്ങോട്ട് പോരുകയാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ നല്ല ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം സുഖകരമായി ജീവിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ള തത്വശാസ്ത്രമാണ് ഇടതുപക്ഷ ആശയഗതികൾ. മാർക്സും എംഗൽസും എല്ലാം ചേർന്ന് ആവിഷ്കരിച്ചിട്ടുള്ള സോഷ്യലിസ്റ്റ് സിദ്ധാന്തം അതാണ് ഇന്നും ലോകത്തിന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. രക്ഷപ്പെടുക എന്ന് വെച്ചാൽ മനുഷ്യരെല്ലാവരും ഭക്ഷണം കഴിച്ചും വസ്ത്രം ധരിച്ചും നല്ല പാർപ്പിടത്തിൽ അന്തിയുറങ്ങിയും വിദ്യ അഭ്യസിച്ചും ജോലി ചെയ്തും കൂലി വാങ്ങിയും ഒക്കെ സമാധാനമായിട്ട് ജീവിക്കാൻ, സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ അതിനനുസരിച്ച് ഓരോ രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ ആസൂത്രണം നടത്തണം, പ്രവർത്തനം നടത്തണം. സോഷ്യലിസ്റ്റ് ആശയഗതികളുള്ള രാജ്യങ്ങളിൽ മനുഷ്യന് സമാധാനമുണ്ട്. എന്നാൽ മുതലാളിത്ത ആശയഗതി അനുസരിച്ച് ഭരിക്കുന്ന രാജ്യങ്ങളിൽ സമാധാനമില്ലെന്ന് മാത്രമല്ല, പട്ടിണി പെരുകുന്നു എന്നുള്ളത് മാത്രമല്ല, അവർ മറ്റു രാജ്യങ്ങളിലും കുഴപ്പമുണ്ടാക്കുന്നു, യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് 10,000-ങ്ങളെ കൊന്നൊടുക്കുന്നു. ഇതിനെല്ലാം പരിഹാരം ഒന്നേ ഉള്ളൂ, അത് സോഷ്യലിസ്റ്റ് ആശയഗതിയാണ്.